ഈ മുഖാമുഖം പരിപാടി എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു വിശദീകരിക്കുക? നല്ല അനുഭവമാണ്. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് യുവജനങ്ങളെ ഒരു മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പുതിയ ആശയങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു തരത്തിലാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. വ്യത്യസ്തമായ മേഖലകളിൽ പ്രതിനിധീകരിക്കുന്ന യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു മാതൃക മറ്റു സ്റ്റേറ്റുകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന തരത്തിൽ നല്ലൊരു മാതൃകയാണ് ഇവിടെ ഉണ്ടായത്. വ്യത്യസ്തമായ ആശയങ്ങളെ പങ്കുവെച്ചുകൊണ്ട് വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുത്തിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളുമാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പുതിയ പദ്ധതികൾ രൂപീകരിക്കുന്നതുമായൊക്കെ ഉണ്ടാകുന്ന ചർച്ചയാണ് പരിപാടിയുമായി ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പരിപാടിയായിട്ടാണ് അനുഭവപ്പെട്ടത്. ഐ തിങ്ക് ഇറ്റ് വാസ് വെരി ഗുഡ് ദറ്റ് ചീഫ് മിനിസ്റ്ററിനെ നേരിട്ട് കണ്ട് നമ്മുടെ ആശയം പറയാൻ പറ്റിയത്. ഞാനൊരു ഇൻവൈറ്റി ആയിരുന്നു, CMൻ്റെ ഡയറക്റ്റ് ഇൻവൈറ്റി ആയിരുന്നു. പക്ഷേ മെൻ്റൽ ഹെൽത്താണ് എൻ്റെ കാറ്റഗറി. അപ്പം മെൻ്റൽ ഹെൽത്തിനെ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് ആ പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ കുറച്ചും കൂടെ മുഖാമുഖ പരിപാടികൾ നടക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതൊരു ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അതായത് ടോപ്പ് ഒഫീഷ്യൽസും സ്പേസ് എൻജിനീയറിങ്ങിലുള്ള ആൾക്കാർ തൊട്ട് സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് വരെയുള്ള ആൾക്കാർ ഉൾപ്പെടെയുള്ള അവരുടെ ആശയങ്ങളും അവർ ഉദ്ദേശിക്കാൻ പറഞ്ഞ നിർദ്ദേശങ്ങളും അവരുടെ ആശങ്കകളും ഒക്കെ പങ്കുവെക്കാൻ പറ്റി എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് തോന്നിച്ചത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനിപ്പോൾ കണ്ടൻറ് ക്രിയേറ്റർ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരാളെന്ന് പറഞ്ഞിട്ടോ പലയിടത്തും കിട്ടാതിരുന്ന ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഇങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ തന്നെ നമ്മളിങ്ങനെ ക്ഷണിക്കുകയും ഫ്രണ്ടിൽ തന്നെ സീറ്റൊക്കെ തരികയൊക്കെ ചെയ്യുമ്പോൾ, കാരണം നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ റിലേറ്റീവ്സ് ഉൾപ്പെടെ ഉള്ളവർക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ യൂട്യൂബറാണെന്ന് പറയുമ്പോൾ യൂട്യൂബർ ആ ഒരു പുച്ഛം ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതുപോലൊരു പ്രോഗ്രാമിന് CM നേരിട്ട് ക്ഷണിക്കുകയും ഫ്രണ്ടിൽ തന്നെ ഒരു സ്ഥാനം കിട്ടുകയും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞൊരു വലിയ കാര്യമായിട്ട് കാണും. ഭയങ്കര സന്തോഷം. വിവിധ മേഖലയിലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടെ കൺസേൺസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ വിദ്യാഭ്യാസത്തിലെ കാര്യങ്ങളായാലും ടൂറിസത്തിലെ കാര്യങ്ങളായാലും സിനിമാ മേഖല എല്ലാ മേഖലയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഒരുവിധം മറുപടി തന്നിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത് ചർച്ച ചെയ്തിട്ട് പിന്നെ തീരുമാനിക്കാമെന്നാണ് പറഞ്ഞതെങ്കിൽ ഇത് ടോട്ടലി നല്ലൊരു പരിപാടിയായിരുന്നു. ഇത്രയും എല്ലാ ജില്ലകളിൽ നിന്നും, ഇപ്പോൾ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും യൂത്തിനെ എല്ലാ മേഖലയിൽ നിന്നും പ്രതികരിച്ചിട്ട് അവരോട് സംസാരിക്കുന്നു. നേരിട്ട് അവരുടെ പ്രതിസന്ധികളോ നിർദ്ദേശങ്ങളോ എന്തിനേണ്ട അവരോട് ചോദിച്ചു തരണം, അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നു, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നത് ആ നീക്കത്തെ ശരിക്കും സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. പിന്നെ ഇവിടെ വന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് സമയപരിമിതി ഉണ്ട്, പ്രവർത്തിക്കുന്ന മേഖല വളരെയധികമാണ്. അപ്പോൾ എല്ലാവരുടെ മേഖലയിൽ നിന്നും എല്ലാവരെയും കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എല്ലാവരുടെ, പക്ഷേ അവരിൽ നിന്നൊക്കെ പ്രതികരിച്ചിട്ട് കുറച്ച് പേര് സംസാരിക്കേണ്ടാവുമായിരുന്നു. എല്ലാ മേഖലയിലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പ്രതികരിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു.